ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലായോ? അപ്പോൾ ഞാൻ തലേദിവസത്തെ ചോറ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നേ, അത് വെച്ച് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ള ഐറ്റമാണ് സവാളയും പച്ചമുളകും കറിവേപ്പില ഇഞ്ചിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലോ. ഞാൻ കുറച്ച് റവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്നറിയാം, ഒരു ക്രിസ്പ് കിട്ടാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും സവാളയും എല്ലാം കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ചോറ് അരച്ചത് കാരണം കുറച്ച് കൈ ഒരു നനവ് പോലെ ഉണ്ടാവുമല്ലോ, വെള്ളമയം പോലെ. അത് കാരണം ഞാൻ കുറച്ച് റവ ചേർത്ത് കൊടുക്കുന്ന കേട്ടോ. ഇതിനകത്ത് ചോറ് അരയ്ക്കുമ്പം വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല കേട്ടോ, ചോറ് മാത്രം ഇട്ട് അരയ്ക്കാൻ പാടുള്ളേ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ഹീറ്റ് ആകുമ്പം ഞാൻ ചെറിയ ബോൾസ് പല ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് രീതി വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ഒരു വടിക്ക് 2 പക്ഷി 3 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പല ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ചെറിയ ചെറിയ ബോൾസായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ 2-3 ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട്, വേറെ മോഡൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുത്തപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു ക്രിസ്പിയുടെ വ്യത്യാസം വരും. ചിലത് നല്ല കറുമുറാന്നിരിക്കും, ചിലത് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും, അങ്ങനെ വരും. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ വേറൊരു നമ്മൾ കല്ലി കുത്തിയൊക്കെ അപ്പം ഉണ്ടാക്കത്തില്ല, ആ ഒരു ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മക്കളെ, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എത്രമാത്രം നല്ലതാണെന്നുള്ളത്. അപ്പോൾ നല്ല ഒരു പാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മാവ് കൂടുതലെടുത്ത് ഇങ്ങനെ അമക്കി കൊടുക്കുന്നുണ്ട്. അത് ലോ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേലത്തെ 2-3 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ പൊടിയാതെ സൂക്ഷിക്കണം കേട്ടോ, പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വട പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. അത് ചുമ്മാ ബോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ അമക്കി കൊടുത്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്ത് വട പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ഷേപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് ഷേപ്പിൽ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.